സമുദ്രലംഘനത്തിന് ഹനുമാൻ തയ്യാറെടുത്ത സമയത്ത് ദേവഗണങ്ങൾ നാഗജനനിയായ സുരസയെ സമീപിച്ച് പറയണു ഹനുമാൻ്റെ ബലവീര പരാക്രമങ്ങൾ പരീക്ഷിക്കാൻ. അതുപ്രകാരം സുരസ ആകാശവീഥിയിലൂടെ പോണ ഹനുമാൻ്റെ മാർഗം തടസ്സം വരുത്തിക്കൊണ്ട് നിൽക്കണു. എന്നിട്ട് ഹനുമാനോട് പറയണു, ഈ മാർഗെ സഞ്ചരിക്കുന്ന ഏത് ജീവികളും എനിക്ക് ഭക്ഷണമാക്കാം എന്ന് ഈശ്വരൻ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഹനുമാൻ പറയണു, ഞാൻ പോകുന്നത് ശ്രീരാമകാര്യത്തിനാണ്. സീതാന്വേഷണ കാര്യം പൂർത്തിയായ ശേഷം ഞാൻ മാതാവിൻ്റെ ഭക്ഷണമാകാം. പക്ഷെ സുരസ പറയണു, രണ്ട് കാര്യങ്ങൾ മാറ്റി നിർത്താനാവില്ല, വിശപ്പും ദാഹവും. അതുകൊണ്ട് നീ എനിക്ക് ഇപ്പം തന്നെ ഭക്ഷണമാകണം. ഇത് കേട്ട ഹനുമാൻ ശരി എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ശരീരം അതിവിപുലമായി 1 യോജന വിസ്തൃതത്തിലാക്കുന്നു. ഇത് കണ്ട് സുരസ തൻ്റെ വായ 5 യോജന വിസ്തരത്തിൽ പിളർക്കുന്നു. ഉടൻ തന്നെ ഹനുമാൻ തൻ്റെ ശരീരം 10 യോജന വിസ്താരത്തിൽ വലുതാക്കുന്നു. ഇത് കണ്ട് സുരസ വീണ്ടും 20 യോജന വിസ്താരത്തിൽ വലുതാക്കുന്നു. ഹനുമാൻ ഉടനെ തൻ്റെ ശരീരം 30 യോജന വിസ്താരത്തിലാക്കണു. സുരസ തൻ്റെ വായ 50 യോജന വിസ്താരത്തിലാക്കുന്നു. ഉടൻ തന്നെ ഹനുമാൻ അങ്കുഷ്ഠതുല്യനായി തൻ്റെ ശരീരം വളരെ ചെറുതാക്കി അങ്കുഷ്ഠതുല്യനായി സുരസയുടെ വായിൽ പ്രവേശിച്ച് ഉടൻ തന്നെ പുറത്തു വരുന്നു. ഹനുമാന്റെ ബുദ്ധി സാമർഥ്യം കണ്ട് അതീവ സന്തുഷ്ടയായ സുരസ ഹനുമാനെ അനുഗ്രഹിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഈ സീതാന്വേഷണത്തിന് നിനക്ക് ജയം വരട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നു. അതാണ് ഇന്ന് പാരായണം ചെയ്യുന്ന ഭാഗം. പതഗപതിരിവ പവനസുതനഥ വിഹായസാ ഭാനുബിംബാഭയാ പോകും ദശാന്തരേ അമരസമുദയമനിലതനയ ബലവേഗങ്ങളാലോക്യ ചൊന്നാർ പരീക്ഷണാർത്ഥം തദാ സുരസയൊടു പവനസുത സുഖഗതി മുടക്കുവാൻ തൂർണം നടന്നിതു നാഗജനനിയും ത്വരിതമനിലജമതി ബലങ്ങളറിഞ്ഞതീ സൂക്ഷ്മദൃശ വരികെന്നതു കേട്ടവൾ ഗഗനപഥി പവനസുത ജവഗതി മുടക്കുവാൻ ഗർവേണ ചെന്നു തൽ സന്നിധൗ മേവിനാൾ കഠിനതരമലറിയവളവനോടുര ചെയ്തിതു കണ്ടീലയോ ഭവാനെന്നെ കപീവരാ ഭയരഹിതമിതുവഴി നടക്കുന്നവർകളെ ഭക്ഷിപ്പതിന്നു മാം കൽപ്പിച്ചിതീശ്വരൻ വിധിവിഹിതമശനമിഹ നൂനമദ്യത്വയാ വീരാവിശപ്പെനിക്കേറ്റമുണ്ടോർക്ക നീ മമ വദന കുഹരമതിൽ വിരവിനൊടു പൂക നീ മറ്റൊന്നുമോർത്തു കാലം കളയായികെടോ സരസമിതിരഭസതരമതനു സുരസാഗിരം സാഹസാൽ കേട്ട നീലാത്മജൻ ചൊല്ലിനാൻ അഹമഖില ജഗദധിപനമര ഗുരു ശാസനാലാശു സീതാന്വേഷണത്തിനു പോകുന്നു അവളെ നിശിചരപുരിയിൽ വിരവിനോടു ചെന്നു കണ്ടദ്യവാശ്വോവാ വരുന്നതുമുണ്ടു ഞാൻ ജനക നരപതി ദുഹിതൃചരിതമഖിലം ദ്രുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ തവ വദന കുഹരമതിലപഗത ഭയാകുലം താൽപര്യം ഉൾക്കൊണ്ടുവന്നു പുക്കിടുവൻ അനൃതമകതളിരിലൊരു പൊഴുതുമറിവീലഹം ആശുമാർഗം ദേഹി ദേവി നമോസ്തുതേ.